ചേമ്പരിമ്പ് സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. സച്ചിയുടെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് സച്ചിയുടെ കാറും തിരികെ കെട്ടാണ്. അതുപോലെ ലൈസൻസ് ക്യാൻസൽ ആക്കും എന്ന് പറഞ്ഞത് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ രേവതിക്ക് പുതുതായിട്ട് ഒരു വലിയൊരു ഓർഡർ കിട്ടാണ്. ഏകദേശം 8.5 ലക്ഷം രൂപയോളം വരുന്ന ഓർഡറാണ് കേട്ടോ. അത് ആ മണ്ഡപത്തിലെ മാനേജർ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചിട്ട് രേവതിക്ക് തന്നെ കൊടുക്കുക എന്ന് പറയുവാണ്. കാരണം രേവതിയുടെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അങ്ങനെ ഒരു ഓർഡർ, ആ വലിയൊരു കൺവെൻഷൻ സെന്ററിലെ ഓർഡർ നമ്മുടെ രേവതിക്ക് കൊടുക്കുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞ് ഹേമ അങ്ങോട്ടേക്ക് എത്താണ്. സ്ഥിരമായിട്ട് കൺവെൻഷൻ സെന്ററിൽ ഓർഡറുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഹേമയാണ്. രേവതിക്ക് കൊടുക്കുക എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ ഹേമ എത്തിയിരിക്കുന്നത്. സ്ഥിരമായിട്ട് കൊടുക്കുന്ന തനിക്ക് എന്തുകൊണ്ടാണ് തരാത്തത് എന്നുള്ള കാര്യം ചോദ്യം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഹേമ എത്തുന്നത്. രേവതിയുടെ കഴിവ് കണ്ടിട്ട് അവളുടെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് രേവതിയെ അവര് ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിരിക്കുന്നത്. എന്നാൽ വർഷങ്ങളായിട്ട് ചെയ്യുന്ന തനിക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും പ്രശ്നമാവെന്നൊക്കെ പറഞ്ഞിട്ട് ഹേമ ആ മാനേജറെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ്. ഇന്നലെ മുളച്ച ഇവളെ കൊണ്ട് ആ ഓർഡർ പൂർത്തിയാക്കാൻ വേണ്ടി പറ്റില്ല. കൺവെൻഷൻ സെന്ററിൽ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വലിയൊരു ഫംഗ്ഷൻ തന്നെയാണ്. ആ ഫംഗ്ഷൻ നടത്തുന്ന ആളുകളും അതുപോലെ തന്നെ ഈ മണ്ഡപത്തിന്റെ മാനേജറും തമ്മിൽ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് കൺവെൻഷൻ സെന്ററിൽ ഫംഗ്ഷൻ നടത്താനുള്ള ഓർഡർ ഇവർക്ക് കിട്ടുന്നത്. എന്നാൽ അവർ തന്നെ ഡെക്കറേഷൻസിനും കാര്യങ്ങൾക്ക് വേണ്ട ആൾക്കാരെ ഏർപ്പാടാക്കിക്കോളാം എന്നുള്ള കാര്യം പറഞ്ഞത്. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള ആൾക്കാരാണ് ഏൽപ്പിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ഓർഡർ നമ്മൾക്ക് കിട്ടിയത്. അതും നന്നായിട്ട് തന്നെ എല്ലാം ചെയ്യണം. കാരണം ഹൈ ടീംസ് ഒക്കെ വരുന്ന ഫംഗ്ഷനാണ്. ചെറിയ ഫംഗ്ഷൻ ഒന്നല്ലല്ലോ, വലിയ ഫംഗ്ഷനാണ്. മണ്ഡപം ഡെക്കറേഷന് തന്നെ 8 ലക്ഷം രൂപയോളം വരും പറഞ്ഞു കഴിഞ്ഞാൽ ആ വലിയൊരു കൺവെൻഷൻ സെന്ററിൽ എത്ര വലിയ ഫംഗ്ഷനാണ് നടക്കാൻ വേണ്ടി പോകുന്നതെന്ന് നമുക്ക് ആലോചിച്ച് തന്നെ അറിയാൻ വേണ്ടി പറ്റുമല്ലോ. അതുകൊണ്ട് അതിലൊന്നും ഒരു കുറവും ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഇവർക്ക് രേവതിയുടെ ഡെക്കറേഷൻസിന്റെ സാമ്പിൾസ് ഒക്കെ നമ്മുടെ രേവതി കാണിച്ചു കൊടുത്തത് പ്രകാരമാണ് ആ ഓർഡർ രേവതിക്ക് തന്നെ കൊടുക്കുക എന്നുള്ള കാര്യം തീരുമാനിച്ചത്. എന്നാൽ ഹേമ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ മാനേജർ ആകെ മൊത്തത്തിൽ കുഴപ്പമാവുകയാണ് ചെയ്യുന്നത്. കാരണം വർഷങ്ങളായിട്ട് ഹേമയാണ് ആ കൺവെൻഷൻ സെന്ററിലെ എല്ലാ ഓർഡറുകളും ചെയ്യുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് ഒരുത്തി വന്നതുകൊണ്ട് ആ ഓർഡർ നഷ്ടപ്പെടുക എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ഹേമ ആകെ മൊത്തം കലിപ്പിനാണെന്നുള്ള കാര്യം മാനേജർക്ക് മനസ്സിലാവുകയാണ് കേട്ടോ. ഇവർ തമ്മിലുള്ള പ്രശ്നം കൂടുതൽ വഷളാവുന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മാനേജർ ആ കൺവെൻഷൻ സെന്ററിന്റെ ആളെ വിളിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയിക്കുന്നുണ്ട്. രേവതിക്ക് ആ ഓർഡർ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹേമ പ്രശ്നം ഉണ്ടാക്കുമെന്നും രേവതിയെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്നതിന് തുല്യമാവുമല്ലോ. അതുകൊണ്ട് തന്നെ ആ മാനേജർ പറഞ്ഞത് പ്രകാരം കൺവെൻഷൻ സെന്ററിലെ ഓണർ ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. എന്തായാലും 8 ലക്ഷം രൂപയോളം മതിക്കുന്ന ഓർഡർ ആണല്ലോ കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ആർക്കാണ് ആ ഓർഡർ സ്വയം ഏറ്റെടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഒരു ഡെപ്പോസിറ്റ് തുക മേടിക്കുക എന്നുള്ള കാര്യം തീരുമാനിക്കാനാട്ടോ ചെയ്യുന്നത്. ആർക്കാണോ ആ ഡെപ്പോസിറ്റ് തുക അടയ്ക്കാൻ വേണ്ടി പറ്റുന്നത്, ആരാണോ ഫസ്റ്റ് അടയ്ക്കുന്നത് അവർക്ക് ഈ ഓർഡർ കൊടുക്കുക എന്നുള്ള കാര്യം തീരുമാനിക്കാനാട്ടോ ചെയ്യുന്നത്. ഡെപ്പോസിറ്റ് തുക എത്രയാണെന്നുണ്ടെങ്കിലും അത് ഞാൻ അടച്ചോളാം ഇപ്പൊ തന്നെ. അതിന് പകരം നിങ്ങൾ വെറുതെ ചുമ്മാ ഇവരൊന്നും വിളിച്ചു വരുത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം പറയുവാണേ. അത് അങ്ങനെയല്ല ഹേമേ. രേവതി ചെയ്തു കൊടുത്ത മോഡൽസ് എല്ലാം അവർക്ക് ഒരുപാട് ഇഷ്ടമായി. പുതിയതായിട്ട് വന്നതാണെന്നുണ്ടെങ്കിലും അവളുടെ മോഡൽസ് എല്ലാം അടിപൊളിയാണ്. അതുകൊണ്ടും കൂടിയാണ് രേവതിയുടെ അടുത്ത് ഈ വർക്ക് ഏൽപ്പിക്കുക എന്നുള്ള കാര്യം ഓണർ പറഞ്ഞത്. അത് കേട്ട രേവതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. രേവതി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അത് സാറേ നമ്മൾ നമ്മുടെ ജോലി ഉണ്ടല്ലോ കൃത്യമായിട്ട് ചെയ്താൽ മതി, അതും ആത്മാർത്ഥതയോട് കൂടിയിട്ട്. അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് മാത്രമല്ല സാർ, കഴിഞ്ഞ ദിവസം ആ ഓണർ എന്നെ കണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ട് മോഡൽസ് എല്ലാം. അത് മാത്രമല്ല സാധാരണയായിട്ട് ചെയ്യുന്ന ആൾക്കാരെ വീണ്ടും വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് എന്നുള്ള കാര്യം കൂടി. ഇങ്ങനെ മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടുമ്പോൾ നമുക്ക് തന്നെ ഒരു പ്രത്യേക ആത്മവിശ്വാസമാണ്. എന്നാൽ ചിലരുണ്ട് സർ, അടുത്തവര് ഒരിക്കലും വളരരുതെന്ന് വിചാരിച്ചിട്ട് കാല് വാരി താഴെ തള്ളിടുന്ന ആൾക്കാര്. അത് ഹേമയെ നോക്കിക്കൊണ്ടാണ് കേട്ടോ രേവതി കുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത്. കാര്യമെല്ലാം കേട്ടിട്ട് ഹേമയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാൽ പറയുന്നുണ്ടോ എന്ന് ചോദിക്കുവാണേ. അങ്ങനെയാണെങ്കിൽ നിങ്ങളും ഇരിക്കൂ എന്ന് പറഞ്ഞ് ഹേമയുടെ അടുത്ത് ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല, കാര്യം എന്താന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞാൽ മതി. എന്തായാലും ഇനിയെല്ലാം പ്രൊസീജിയർ പോലെ തന്നെ നടക്കട്ടെ. 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്. അന്നാണ് നിങ്ങൾ അഡ്വാൻസ് പണം തരണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള കാര്യമല്ലേ? വെറുതെ ആവശ്യമില്ലാതെ ചെറിയ പെൺകുട്ടികളൊക്കെ ഇതിൽ വന്നിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോ, അല്ല നിങ്ങൾ ഹേമ പറഞ്ഞത് കേട്ടില്ലേ? ഞാന് പുതിയതായിട്ട് വന്നതാണ്, ചെറിയ പെണ്ണുമാണ്.
പക്ഷേ ഞാൻ ചെയ്ത മോഡലുകളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അങ്ങനെ അദ്ദേഹത്തിന് ചെറിയൊരു മോഡൽ ഇഷ്ടപ്പെട്ടായാൽ മാത്രം മതിയോ? ചുമ്മാ കളിക്കുന്ന രീതിയിൽ ഇതുപോലെ പേപ്പർ വെച്ച് 4 കഷ്ണം ഉണ്ടാക്കാനൊക്കെ ആരെ കൊണ്ട് വേണമെങ്കിലും പറ്റൂ. എന്നാ അത് ശരിക്കും ചെയ്യണം. ഇത് കേട്ട രേവതിയും ഒട്ടും വിട്ടുകൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ദൂരം വളർന്നു വന്നത്. എന്തും ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ വേണ്ടി പറ്റും. വായ കൊണ്ട് നമുക്ക് 10 നില കെട്ടിടം വരെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. എന്നാ ശരിക്കും ഒരു ഓലപ്പുര ഉണ്ടാക്കുക എന്നുള്ളത് എത്ര ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം അത് ഉണ്ടാക്കുന്നവനെ അറിയത്തുള്ളൂ. ശരി, എന്തായാലും ഡെപ്പോസിറ്റ് പണം എന്തൊക്കെയോ കിട്ടണം എന്നുള്ള കാര്യം പറഞ്ഞില്ലേ? ഇവളെ പോലെ 4 കളർ അടിച്ചിട്ട് പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരെ കൊണ്ട് പറ്റും? എന്തോ ഡെപ്പോസിറ്റ് പണം കിട്ടണം എന്നുള്ള കാര്യം പറഞ്ഞില്ലേ? അത് എത്ര എമൗണ്ട് ആണെന്ന് ചോദിക്കുവാണേ. 2.5 ലക്ഷം രൂപയാണെന്ന് ആ മാനേജർ പറഞ്ഞു കേട്ടോടെ തന്നെ രേവതി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേവതിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തുകയാണല്ലോ. പണത്തിന്റെ കാര്യം കേട്ടപ്പോൾ തന്നെ അവളുടെ മുഖം പോയ പോക്ക് കണ്ടില്ലേ? അല്ലെങ്കിലും ഇവൾക്ക് അങ്ങനെ വലിയ സപ്പോർട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇവളെ കൊണ്ട് അത്ര പണമൊന്നും കെട്ടാൻ വേണ്ടി പറ്റില്ല. അതുമാത്രമല്ല ഇവളുടെ ഭർത്താവാണെന്നുണ്ടെങ്കിൽ വേറെ ഒരു കാർ ഡ്രൈവർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. രേവതിയെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചിട്ടുണ്ട് ഹേമ. ശരി, 2.5 ലക്ഷം രൂപ ചിലപ്പോൾ ആരുടെന്തെങ്കിലുമൊക്കെ കടം മേടിച്ചിട്ട് ഇവർക്ക് ഒപ്പിക്കാൻ വേണ്ടി പറ്റുമായിരിക്കും. പക്ഷെ പൂക്കൾ വാങ്ങാനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് മൊത്തത്തിലൊരു 4 ലക്ഷം രൂപയെങ്കിലും കയ്യിൽ വേണമല്ലോ. അതെന്തായാലും ഈ പെണ്ണ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞ ഡെപ്പോസിറ്റ് തുക ഉണ്ടല്ലോ, അത് ഞാൻ വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് അടയ്ക്കാൻ വേണ്ടി പറ്റും. ഇതിനും ഭേദം വെറുതെ അവളെ വിളിച്ചിട്ട് നിങ്ങൾ അപമാനപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയെ കൊച്ചാക്കുന്ന സമയത്ത് നിങ്ങൾ നിക്ക് ഹേമേ, എന്തിനാണ് ഇത്ര ധൃതി പിടിക്കുന്നത്? ഹേമയെ പേര് വിളിച്ചതുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്ന വേറൊരുത്തനുണ്ട് കേട്ടോ. അവൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ മാഡത്തിന്റെ പേര് വിളിക്കുന്നത്? അതല്ലേ നിന്റെ മാഡത്തിന്റെ പേരെന്ന് ചോദിച്ചിട്ട് വായ അടപ്പിക്കുന്നുണ്ട്. അതിനുശേഷം മാനേജറുടെ അടുത്ത് പറയുന്നത്, സർ നിങ്ങൾ ഈ പറഞ്ഞ തുക എനിക്ക് കുറച്ച് വലിയ തുക തന്നെയാണ് എന്ന് കരുതിയിട്ട് ഞാൻ എന്തായാലും ഭയന്ന് ഓടത്തൊന്നുമില്ല. എന്തായാലും സർ 2 ദിവസം ടൈം ഉണ്ടല്ലോ, ആ സമയത്തിനുള്ളിൽ ഞാൻ എന്തായാലും ഡെപ്പോസിറ്റ് തുക വന്നിട്ട് അടച്ചോളാം. എന്നെ കൊണ്ടും പറ്റും സർ. ഇതൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യമാണ്. ഇത്രയും പണമൊന്നും ഇവൾക്ക് ആരും കൊടുക്കാനൊന്നും പോകുന്നില്ല. അവിടെ ഇവിടെ അലഞ്ഞ് അവസാനം ഇവള് വന്ന് പറയും എന്നെ കൊണ്ട് പറ്റില്ല എന്ന്. അതിനേക്കാൾ മുമ്പായിട്ട് ആ ഓർഡർ എനിക്ക് തന്നെ അങ്ങ് തരുന്നതല്ലേ നല്ലതെന്നൊക്കെ ഹേമ ചോദിക്കുന്നുണ്ട്. മാഡം എന്തായാലും 2 ദിവസം സമയമുണ്ടല്ലോ, അവളെ കൊണ്ട് പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇവളെ കൊണ്ട് എന്തായാലും അത് ഒപ്പിക്കാൻ വേണ്ടി പറ്റില്ല. രേവതി, നിന്നെ കൊണ്ട് പറ്റില്ലല്ലോ. കഴിയാത്ത കാര്യങ്ങൾക്ക് എന്തിനാ നീ വെറുതെ ആവശ്യമില്ലാതെ മെനക്കെടാൻ വേണ്ടി പോകുന്നതെന്ന് ചോദിക്കുമ്പോ എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് ഞാനാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ ഇത് എന്റെ അതിമോഹമായിരിക്കും. പറവയെ പോലെ പറക്കണമെന്ന് മനുഷ്യന്മാര് ആഗ്രഹിക്കുന്നത് അത്യാഗ്രഹം തന്നെയാണ്. പക്ഷേ ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ തലേന്റെ മുകളിൽ കൂടെ എന്തോരം വിമാനങ്ങളാണ് പോകുന്നത് എന്നുള്ള കാര്യം. എന്ന് കരുതിയിട്ട് നിനക്ക് അത്രയും പണം അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഹേമ വീണ്ടും കളിയൊക്കെയാണേ. ആദ്യം ഒരു കാര്യം ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടെന്നുള്ള കാര്യം അറിയോ? ആത്മവിശ്വാസം ഉണ്ടായാൽ നമുക്ക് ഒരു പ്രവൃത്തി ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റും. ആ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റും. ശരി, എന്തായാലും 2 ദിവസത്തെ സമയമുണ്ടല്ലോ, നീ എന്തായാലും കഷ്ടപ്പെട്ട് നോക്ക്. പണമെല്ലാം കെട്ടി ഓർഡർ ഞാൻ മേടിച്ചിട്ട് നിന്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ ഒരു ചിരിച്ചിരിക്കും എന്നുള്ള കാര്യം ഹേമ രേവതിയെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുമ്പോ രേവതിയും തിരിച്ച് വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ. ആരെ നോക്കിയിട്ടാ ചിരിക്കാൻ വേണ്ടി പോകുന്നുള്ള കാര്യം നമുക്ക് നോക്കാം എന്ന്. അത് കഴിഞ്ഞ് ഞാൻ വരട്ടെ സാർ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് ഇറങ്ങുവാണ്. അത് കഴിഞ്ഞ് സച്ചി വീട്ടിൽ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് രേവതി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. രേവതിയുടെ മുഖമൊക്കെ ഭയങ്കര ഡള്ളാണ്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ ഇല്ല ഭയങ്കര ചൂട്, അതുകൊണ്ടാണ് നിനക്ക് കുടിക്കാൻ വേണ്ടിട്ട് ഞാൻ മോരുണ്ടാക്കി തരാം എന്ന് പറയുന്നുണ്ട്. അതൊന്നും വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ സച്ചേട്ടൻ ഉണ്ടാക്കി തരാം. ഞാന് ഒരു മണ്ഡപ ഡെക്കറേഷന്റെ ഓർഡറിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. എന്തായി രേവതി ഓർഡർ കിട്ടിയോന്ന് ചോദിക്കുന്നുണ്ട്. ഓർഡർ കിട്ടിയത് പോലെയാണ്. അതെന്താ കിട്ടിയത് പോലെ? അത് സച്ചേട്ടാ ഒരു വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഓർഡറാണ്. അവർക്ക് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. നീയെല്ലാം രേവതി കറക്റ്റ് ആയിട്ട് തന്നെയല്ലേ ചെയ്യുക? അത് അവർക്കും അറിയണല്ലോ. അതിന് വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് പണം കെട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഡെപ്പോസിറ്റ് പണം 2.5 ലക്ഷം രൂപയെന്ന് കേൾക്കുമ്പോൾ 2.5 ലക്ഷമോ? അത് മാത്രം പോരല്ലോ രേവതി, ബാക്കിയുള്ളവർക്കുള്ള പണമൊക്കെ കൊടുക്കണ്ടേ? അതൊക്കെ എങ്ങനെങ്കിലും പറഞ്ഞ് പിടിച്ചു നിൽക്കാം. ഓർഡർ കഴിഞ്ഞതിന് ശേഷം ഡെപ്പോസിറ്റ് പണവും അതുപോലെ തന്നെ ഓർഡറിന്റെ ലാഭവും കിട്ടുമല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും പണം കൊടുക്കാൻ വേണ്ടി പറ്റും. നീ സാധാരണയായിട്ട് ചെയ്യുന്ന ആളല്ലേ, പിന്നെന്തിനാണ് അവർ ഡെപ്പോസിറ്റ് പണം ചോദിക്കുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോഴാണ് രേവതിക്ക് ആ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് പോവായിരുന്നല്ലോ. അപ്പോഴാണ് ഹേമ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. അവസാനം അതൊരു വലിയ വഴക്കാവുന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു ഡിമാൻഡ് അവര് മുന്നോട്ട് വെച്ചത്. ആ ഹേമ എന്ന് പറയുന്ന സ്ത്രീ എപ്പോ നോക്കിയാലും എന്റെ പിന്നാലെ തന്നെ ഉണ്ട്. അവര് ആ പണം അപ്പൊ തന്നെ കെട്ടാ എന്നുള്ള കാര്യം പറഞ്ഞതാണ്. എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ പരിഹസിച്ചു. അത് മാത്രമല്ല 2 ദിവസത്തെ സമയമുണ്ടെന്ന് മാനേജർ പറഞ്ഞപ്പോഴാണ് അവരൊന്ന് അടങ്ങിയത്. എന്നെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരെന്നെ വിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ
ഓ, കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ നമുക്കിത് അങ്ങ് വിട്ടുകളയായിരുന്നു. എന്നാൽ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വന്നല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നേറി കാണിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അതൊക്കെ ശരി തന്നെയാണ് സച്ചേട്ടാ. അവരുടെ അടുത്ത് ഞാൻ എന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടൊക്കെ ഞാൻ പോകുന്നത്. പക്ഷെ 2,00,000 രൂപയ്ക്ക് ഞാൻ എവിടെ പോകും? രേവതി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്താലോ? ഞാനിപ്പോ ഓൾറെഡി കാർ ഡ്യൂ കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ അടുത്ത് കാർ ഡ്യൂല് ഒരു 2,00,000 രൂപ, ഇതിൽ ഒരു 2,00,000 രൂപ കൂട്ടി മേടിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും വേണ്ട സച്ചിട്ടാ, ഓൾറെഡി നമ്മൾ കാറിന്റെ ഡ്യൂ കിട്ടുന്നുണ്ടല്ലോ. അത് പോരാത്തതിന് വീണ്ടും പണം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവര് തരില്ല. അതും ശരി തന്നെയാണ് നീ പറഞ്ഞത്. ശരിയാണ്, 2 വണ്ടിക്കും നമ്മൾ ഡ്യൂ കിട്ടുന്നുണ്ട്, പിന്നെ വലിയൊരു എമൗണ്ട് ആവുകയും ചെയ്യും. എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കിയാലോ എന്ന് രേവതിയുടെ അടുത്ത് സച്ചി ഒന്നുകൂടി പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ചോദിച്ചിട്ടും കിട്ടാനൊന്നും പോകുന്നില്ല. അതിന് പുറകെ ഒന്നും പോകണ്ട എന്ന് സച്ചിയുടെ അടുത്ത് രേവതി പറയുവാണേ. എന്തായാലും രേവതി, ആ വർക്ക് നീ തന്നെ മേടിക്കണം, നീ തന്നെ എടുത്ത് ചെയ്യണം എന്നുള്ള കാര്യം പറയുമ്പോ അത് നമുക്ക് കിട്ടാനുള്ള യോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ തേടി വരുന്ന രേവതി പറയുവാണേ. അങ്ങനെയല്ല രേവതി, അത് ചെയ്യാനുള്ള ആത്മവിശ്വാസം നമുക്ക് വേണം. അത് ചെയ്യുമെന്നുള്ളൊരു ഉറപ്പ്, അപ്പൊ മാത്രമേ അത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അച്ഛൻ്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം. വേണ്ട സച്ചേട്ടാ എന്ന് പറയുന്നുണ്ട് രേവതി. പക്ഷെ നിക്ക് രേവതി എന്ന് പറഞ്ഞിട്ട് അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുവാണേ. പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. എന്തോ സംസാരിക്കാൻ വേണ്ടി പോവാന്നുള്ള കാര്യം മനസ്സിലാക്കി ചന്ദ്രമതിയും ഒപ്പം ഉണ്ട് കേട്ടോ, കൂടെ സുധിയും ഉണ്ട്. രേവതി വലിയൊരു ഓർഡർ എടുത്ത് ചെയ്യാൻ വേണ്ടി പോവാന്ന് പറയുമ്പോ ആണോ, സന്തോഷമുള്ള കാര്യമാണല്ലോടാ. പക്ഷെ ആ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2,00,000 രൂപ ഡെപ്പോസിറ്റ് കിട്ടണമെന്ന് പറയാണേ. ഈ പൂക്കച്ചവടത്തിനൊക്കെ ആരെങ്കിലും ഡെപ്പോസിറ്റ് കൊടുക്കോ എന്നൊക്കെ കളിയാക്കിക്കൊണ്ട് സുധി പറയുന്നുണ്ടെങ്കിലും അവരുടെ കമ്പനിയുടെ റൂൾസ് അങ്ങനെയാണെന്ന് രേവതി പറയുവാണ്. അത് മാത്രമല്ല അച്ഛാ, ഇതിപ്പോ സാധാരണയായിട്ട് ഒരു ഓർഡർ വന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണോ വേണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കായിരുന്നു. പക്ഷെ ഇവിടെ ഒരു കോമ്പറ്റീഷൻ ആണ്. കോമ്പറ്റീഷൻ എന്ന് ചോദിക്കുമ്പോൾ അതെ അച്ഛ, രേവതിയോടൊപ്പം ഈ ഓർഡർ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹേമ എന്ന് പറയുന്ന ഒരു സ്ത്രീയും ഉണ്ട്. ഓർഡർ കിട്ടരുത്, അവള് വളരാൻ വേണ്ടി പാടില്ല എന്ന് വിചാരിച്ചിട്ട് ആ സ്ത്രീ ഒരുപാട് പണി ഒപ്പിക്കുന്നുണ്ട്. ഇപ്പോ ഈ ഓർഡറിനാണെങ്കിൽ കോമ്പറ്റീറ്ററായിട്ട് അവളാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിട്ടുകൊടുക്കാൻ വേണ്ടി പാടില്ല. എങ്ങനെയും ഈ ഓർഡർ രേവതിക്ക് കിട്ടിയേ പറ്റുള്ളൂ. ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ, ഉറുമ്പും അതുപോലെ തന്നെ ആനയും തമ്മിൽ കോമ്പറ്റീഷൻ വെക്കുന്നത് പോലെയാണ് ഇത്. എന്താ ചന്ദ്ര പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ, അല്ല ഈ ഹേമ എന്ന് പറയുന്നവളുണ്ടല്ലോ, ഒരുപാട് നാളായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണെന്നല്ലേ പറഞ്ഞത്. അങ്ങനത്തെ അവളുടെ കൂടെ പോയിട്ട് കോമ്പറ്റീറ്റ് ചെയ്ത് ജയിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? അവരവർക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ പോരെ എന്നൊക്കെ ചന്ദ്ര അങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഇത് വലിയ അത്യാഗ്രഹമാണെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയെ ചന്ദ്ര കളിയാക്കുന്നുണ്ട്. എന്നാൽ സച്ചിയാണെങ്കിൽ ആന എന്ന് പറയുന്നത് വലിയൊരു ഇത് തന്നെയാണ്. അതിനെ ആർക്കും തള്ളിയിടാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷെ ആനയുടെ ചെവിയില് ഉറുമ്പ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആനയെ ഒരു പാഠം പഠിപ്പിക്കും. എത്രയുള്ളത് എത്ര ബലശാലിയായിട്ടും കാര്യമില്ല, നമുക്ക് നമ്മുടെ ബലത്തില് ഒരു വിശ്വാസം വേണം. രേവതി എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. ഇതിന്റെ പേരാണ് അത്യാഗ്രഹം എന്ന് പറയുന്നത്. തവള ചാടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കാം, പക്ഷെ ഒരിക്കലും പറക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കരുത്. അവരവർക്ക് എന്താണോ ചെയ്യാൻ വേണ്ടി പറ്റുക അത് ചെയ്യാതെ വെറുതെ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രൻ ആക്കുമ്പോഴേക്കും നമ്മുടെ രവി ഇങ്ങനെ നോക്കുന്നുണ്ട്. ചന്ദ്രൻ, നീ എന്തിനാ ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്? രേവതി ഒരു കാര്യം ചെയ്തിട്ട് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അത് നിനക്കും അഭിമാനിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമല്ലേ? ഉടനെ തന്നെ ശ്രുതി പറയുന്നുണ്ട്, അച്ഛാ സാധാരണയായിട്ട് ഒരു വർക്ക് എടുത്ത് ചെയ്യുന്ന സമയത്ത് ഡെപ്പോസിറ്റ് കെട്ടാൻ വേണ്ടിയിട്ട് പറയുന്നത് അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാനാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഇവരുടെ കയ്യിൽ പണമില്ല, ഡെപ്പോസിറ്റ് കെട്ടാൻ തന്നെ. പിന്നെ എങ്ങനെയാണ് ഇവരെ കൊണ്ട് ഈ വർക്ക് എടുത്ത് ചെയ്യാൻ വേണ്ടി പറ്റുകയെന്ന് ചോദിച്ചിട്ട് ശ്രുതി കളിയാക്കുവാണേ. നീ പറഞ്ഞത് ശരി തന്നെയാണടാ, ഹേമയെ പോലെ ഒരുപാട് ഓർഡർ ഒക്കെ എടുത്ത് ചെയ്യുന്ന അവർക്ക് ഈ പണം കിട്ടുക എന്ന് പറയുന്നത് സിമ്പിൾ ആയിരിക്കും. അവരുടെ കൂടെ വെറുതെ കോമ്പീറ്റ് ചെയ്തിട്ട് ചുമ്മാ നാണം കെടാൻ വേണ്ടിയിട്ട് പോവാതിരിക്കുന്നതല്ലേ നല്ലത്. ചന്ദ്ര, ഏതോ ഒരു പെണ്ണിനെ കുറിച്ചിട്ടാണ് നീ വിശ്വാസത്തോട് കൂടിയിട്ട് പറയുന്നത്, എന്നാ നിനക്ക് നിന്റെ സ്വന്തം മരുമകളെ വിശ്വാസമില്ലേ? എന്ത് ജന്മാണ് നീ എന്നൊക്കെ ചോദിച്ചിട്ട് രവി ഇങ്ങനെ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട്. അച്ഛാ, അല്ലെങ്കിലും ഇതൊക്കെ സാധാരണയായിട്ട് നടക്കുന്നത് തന്നെയാണ്. ഒരാൾ മുന്നോട്ട് വരുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് എതിർപ്പ് പുറത്തുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമല്ല വീട്ടിലും ഉണ്ടാവും എതിരാളികള്. മനുഷ്യന്റെ ജീവിതം അങ്ങനെയല്ല അച്ഛാ, അവരുടെ കാര്യം വിട്ടേക്ക് അച്ഛാ, അവരെന്തെങ്കിലും പറയട്ടെ. ഇപ്പൊ ആ 2,00,000 രൂപ എന്താ ചെയ്യാ കെട്ടാൻ വേണ്ടിട്ടെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ. അച്ഛാ, അവിടെയാണ് അച്ഛന്റെ ഒരു ചെറിയ സഹായം വേണ്ടത്. അച്ഛൻ ഓക്കെ ഒന്ന് പറഞ്ഞാൽ മതി. ഓ, ഇപ്പൊ മനസ്സിലായി നിങ്ങളുടെ പ്ലാൻ എന്താണെന്നുള്ള കാര്യം. ഇവൻ അവിടെയും തൊട്ട് ഇവിടെയും തൊട്ടിട്ട് അവസാനം എവിടെയാ വന്ന് ചേരുന്നതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. നിങ്ങള് വീടിന്റെ ആധാരം പണയം വെച്ചിട്ടില്ലേ, അവിടെ പറഞ്ഞിട്ട് 2,00,000 രൂപ മേടിച്ചു കൊടുക്കാനാണ് അവൻ പറഞ്ഞു വരുന്നത് എന്നുള്ള കാര്യം ചന്ദ്ര അങ്ങ് ഊഹിച്ചങ്ങ് പറയുവാണേ. ഓൾറെഡി കടത്തിലാണുള്ളത്, ഇനിയിപ്പോ അതിൽ കൂടുതൽ കടം എടുക്കാൻ വേണ്ടിയിട്ടാണ്. അവസാനം പറഞ്ഞ് ഇവൻ ഇവിടെ തന്നെ വന്ന് നിൽക്കുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് അറിയാമെന്ന് അങ്ങ് പ്രവചിക്കാനോട് ചന്ദ്ര. അത് കഴിഞ്ഞ് രേവതിയുടെ അടുത്ത് ചോദിക്കുന്നത്, രേവതി
നീ എപ്പോഴും പറയാറുണ്ടല്ലോ നീ സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തം കാലിൽ നിൽക്കുന്നു, ഇപ്പൊ എന്തിനാണ് എന്റെ വീടിന്റെ ആധാരം പണയം വെച്ചിട്ട് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത്? നിനക്ക് പൂ കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കടക്കാരിയായിട്ട് നടുറോട്ടിൽ പോയി നിൽക്കണോ? വീട് പോയിട്ട് ഓൾറെഡി ഒരുത്തി പണക്കാരിയാന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചു. എനിക്കുള്ളത് ആകെ ഈ വീട് മാത്രമാണ് എന്റെ അച്ഛൻ തന്നത്. അതുകൊണ്ട് ഈ വീടിന്റെ ആധാരം പണയം വെച്ചിട്ടൊന്നും പൈസ ഒന്നും തരാൻ വേണ്ടി പറ്റില്ലെന്ന് അങ്ങ് കൈ ഒഴിയുന്ന രീതിയിൽ സംസാരിക്കാനായിട്ട് ചന്ദ്ര. അമ്മ പറഞ്ഞത് ശരി തന്നെയാണ്. എന്തായാലും വെച്ചാൽ വീടിന്റെ ആധാരം പണയം വെച്ചിട്ട് കുറച്ച് പൈസ വാങ്ങിയിട്ട് അത് പിന്നെ വലിയൊരു പൈസ ആയിട്ട് മാറും. മേടിക്കുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, പക്ഷെ അത് കെട്ടിക്കഴിയുമ്പോൾ വലിയൊരു എമൗണ്ട് ആയിരിക്കും. അത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല അച്ഛാ, അത്ര നല്ലതിനല്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വർത്താനൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതി. അങ്ങനെ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും പറയാനില്ലല്ലോ? ബാക്കി എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞാനിതുവരെ പറഞ്ഞു തുടങ്ങിയിട്ട് പോലുമില്ല. അതിനു മുമ്പ് തന്നെ നിങ്ങൾ ഊഹം ഉണ്ടാക്കിയിട്ട് അങ്ങ് പറഞ്ഞു തുടങ്ങുവാണല്ലോ. ആദ്യം നിങ്ങളടുത്ത് നിങ്ങളുടെ വീട് വെച്ചിട്ട് പണം തരാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചോ? അല്ലെങ്കിലും മറ്റെന്ത് വഴിയുണ്ടെങ്കിലും ഒരിക്കലും നിങ്ങളുടെ വീട് ഞാൻ നിങ്ങളടുത്ത് നിങ്ങളുടെ ആധാരം പണയം വെച്ചിട്ട് പൈസ വേണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിച്ചോ? മറ്റെന്ത് വഴിയില്ലെങ്കിലും ആ ഒരു വഴിക്ക് ഞാൻ വരില്ല. തുടർന്ന് രേവതി പറയുന്നുണ്ട്, അച്ഛൻ്റെ അടുത്ത് എന്താണ് സച്ചേട്ടൻ ചോദിക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം എനിക്കറിയില്ല, പക്ഷെ ഒരിക്കലും അമ്മയുടെ വീടിന്റെ ആധാരം പണയം വെച്ചിട്ട് പണം സച്ചേട്ടൻ ചോദിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അമ്മ എന്തായാലും പേടിക്കണ്ട, ഞാൻ കാരണം അമ്മ എന്തായാലും നടുറോട്ടിൽ നിൽക്കേണ്ട അവസ്ഥ വരില്ല. നീ ചുമ്മാ പറയുന്നടി, ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ പ്ലാന്. അല്ലാതെ എങ്ങനെയാണ് ഇതിന് രവിയേട്ടൻ തന്നെ മുൻകൈ എടുക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞത്? ചന്ദ്ര, കാര്യം എന്താന്നുള്ള കാര്യം അവര് പറഞ്ഞില്ലല്ലോ. അതിനു മുമ്പായിട്ട് നീ എന്തിനാ ഓരോന്ന് പറയുന്നത്? അത് മാത്രമല്ല, വീട് പണയം വെച്ചിട്ടാണ് പണം ചോദിക്കാൻ വേണ്ടി പോകുന്ന അല്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞില്ലേ? അത് ശരിയാണ്. ഈ കൂട്ടുകുടുംബം എല്ലാവരും ഒന്നായിട്ടിരിക്കണം എന്നുള്ള കാര്യം ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങള്. ഒരിക്കലും ഈ വീട് പണയം വെച്ചിട്ട് പണം ചോദിക്കുന്നില്ല ഞങ്ങള്. ഇപ്പൊ നീ കിടന്ന് ഉരുളൊന്നും വേണ്ട സച്ചി. അമ്മ കിടന്ന് ഒച്ച എടുത്തതുകൊണ്ടല്ലേ നീ പ്ലേറ്റ് മാറ്റുന്നതെന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ട്. അങ്ങനെ പ്ലേറ്റ് മാറ്റലും വേറെ സാധനം മാറ്റലൊന്നും എന്റെ പണിയല്ല. എനിക്ക് അങ്ങനെ ക്രിമിനലായിട്ട് ബുദ്ധിയിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പിന്നെ മിണ്ടാതിരിക്കുന്നുണ്ട്. കാരണം അങ്ങനത്തെ ക്രിമിനൽ ബുദ്ധിയൊക്കെ ശ്രുതിക്കാനുള്ളതെന്നുള്ള കാര്യം ശ്രുതിക്ക് അറിയാലോ. അതുകൊണ്ട് തലതാഴ്ത്തി നിൽക്കുവാണ്. എല്ലാവരും ഒന്ന് മിണ്ടാതിരിക്കോ, സച്ചിക്ക് എന്താ പറയാനുള്ളതെന്നുള്ള കാര്യം ഒന്ന് കേൾക്കാ എന്ന് പറഞ്ഞിട്ട് രവി ചോദിക്കുന്ന സമയത്ത് അച്ഛമ്മയുടെ അടുത്ത് പണം ചോദിച്ച് മേടിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മുടെ സച്ചിയുടെ പ്ലാൻ കേട്ടോ. അത് അച്ഛനെ കൊണ്ട് ചോദിപ്പിക്കാനാണ്. പക്ഷെ അത് പറയുന്നതിന് മുമ്പായിട്ട് തന്നെ അമ്മ തോക്ക് കയറി വെടിവെച്ചു. ഇപ്പൊ കേട്ടില്ലേ ചന്ദ്രേ അവരെന്താ പറഞ്ഞെന്നുള്ള കാര്യം? ആദ്യം നിന്റെ വായിക്ക് പൂട്ടാണ് ഇടേണ്ടത്. എടാ, അമ്മയുടെ അടുത്ത് ചോദിക്കുന്നതിന് നീ എന്തിനാണ് എന്റെ അടുത്ത് പെർമിഷൻ ചോദിക്കുന്നതെന്ന് രവി ചോദിക്കുന്നുണ്ടേ. അല്ല, അച്ഛമ്മയുടെ അടുത്ത് ചോദിക്കുന്നതിന് മുമ്പായിട്ട് അച്ഛൻ്റെ അടുത്തൊന്ന് പറയാന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. കണ്ടില്ലേ സച്ചി എനിക്ക് തരുന്ന മര്യാദ? നീ ചോദിക്കേണ്ട ധൈര്യമായിട്ട് അമ്മ പണം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും തരുമെന്ന് പറയാണേ. അങ്ങനെ രേവതി പണമൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ.